ഓറൽ ഹെൽത്ത് അവയർനെസ് വീക്കുമായി ബന്ധപ്പെട്ട് ചേതന FM 90.8 ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനെത്തുന്നു ഡോക്ടർ നിത്യ സൂസൻ ജോർജ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചേതന FM 90.8 സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ചേരുന്നുണ്ട്. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും കൊടുക്കേണ്ട പ്രത്യേക പരിഗണനയെക്കുറിച്ച്. അതിലേറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് ദന്താരോഗ്യം തന്നെയാണ്. ദന്താരോഗ്യം എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ നിത്യ MDS, കൺസൾട്ടന്റ് പെരിയോഡെന്റിസ്റ്റ് ആൻഡ് ലേസർ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ നിത്യ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മൾ എല്ലാവരും വളരെ ചെറിയ രീതിയിൽ തള്ളിക്കളയുന്ന, അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ പോകുന്ന ഒരു മേഖലയാണ് പല്ലുകളുടെ സംരക്ഷണം അല്ലെങ്കിൽ ദന്താരോഗ്യം. നമ്മുടെ ദന്താരോഗ്യം ഒരു വ്യക്തിയുടെ നല്ലൊരു ആരോഗ്യത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്? ഇപ്പം വായിലെ ആരോഗ്യം നമ്മുടെ സമഗ്ര ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. പല്ലുകളും മോണകളും ആരോഗ്യകരമല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതെ, അപ്പൊ പ്രത്യേകിച്ച് വായിലെ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിച്ച് പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയ്ക്ക്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്നിവയ്ക്കൊക്കെ കാരണമാകും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി എല്ലാ ദിവസവും 2 നേരം ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, ഒരു സമീകൃതമായ ഒരു ആഹാര ശൈലി കൊണ്ടുവരിക, അത് തന്നെ കൃത്യമായ പരിചരണം നൽകുക. ഒരുപക്ഷെ ഇതെനിക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. കാരണം പല്ലുകളുടെ സംരക്ഷണം ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. കൂടാതെ എല്ലാ 6 മാസവും ഒരു ദന്ത പരിശോധനയ്ക്കും വിധേയമാകണം. നല്ലൊരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന നിർബന്ധമാക്കണം അല്ലേ? അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ദന്തരോഗം അല്ലെങ്കിൽ മോണരോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെങ്ങനെയാണ്? ഇവര് തമ്മിലൊരു നല്ലൊരു ബന്ധം തന്നെ ഉണ്ട്. അപ്പം വായിലെയും മോണയിലെയും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, പല ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്, AA കോമിറ്റൻസ്, P. gingivalis, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഇത് നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഹൃദയ സംബന്ധ രോഗങ്ങളുള്ള ചിലവർ, അവർക്ക് അത് ഈ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ പാളികളെയും വാൽവുകളെയും ബാധിച്ചിട്ട് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഒരു ഗുരുതര രോഗാവസ്ഥയ്ക്ക് കാരണമാകാം. പ്രത്യേകിച്ച് ഈ കൃത്രിമ ഹൃദയ വാൽവ് ഉള്ളവർ, മുമ്പ് എൻഡോകാർഡൈറ്റിസ് വന്നിട്ടുള്ളവർ, പിന്നെ ചില ജന്മനാ ഹൃദയരോഗമുള്ള ആൾക്കാർക്ക്, ഇവരൊക്കെയാണ് കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനത്തെ ഹൃദയരോഗമുള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എല്ലാ ബ്രഷിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. 2 times നിർബന്ധമായും ബ്രഷ് ചെയ്യുക. ഒരു ദന്ത പരിശോധന പോവുക. പിന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സും അവർ കഴിക്കുന്ന മെഡിക്കേഷൻസും കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നൊക്കെ അത് നിയന്ത്രണത്തിൽ വെക്കുക. പിന്നെ പുകവലി പാടെ ഒഴിവാക്കുക. തീർച്ചയായിട്ടും ഒരുപക്ഷെ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു പ്രശ്നമായിരിക്കും ഭാവിയിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൃത്യമായിട്ട് പാലിക്കുക. ഡോക്ടർ, അപ്പം നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു തുടക്കത്തിലുള്ള പ്രധാന സൂചനകൾ എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിനുള്ള തുടക്കത്തിലുള്ള സൂചനകൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് പല്ല് തേക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മോണയിൽ നിന്നുള്ള രക്തസ്രാവം, പല്ലുകൾക്കുള്ള ഇളക്കം, പല്ലുവേദന അല്ലെങ്കിൽ മോണയ്ക്കുള്ള വീക്കം എന്നിവയാണ് വായിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന അപകട സൂചനകൾ. ഇത് അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു ഡെന്റൽ ഡോക്ടറിനെ സമീപിക്കുക. ഇപ്പോഴൊക്കെ ഫ്ലാപ്പ് സർജറീസ്, ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും മോണരോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒരുപോലെ ഗുണകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലികളും കൊണ്ടുവരണമെന്ന്. അതെന്തൊക്കെയാണ് ഡോക്ടർ? ആരോഗ്യകരമായ പല്ലുകൾക്കും വായ്ക്കും നിലനിർത്താൻ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ആവശ്യം. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, പിന്നെ പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങളും
പാനീയങ്ങളും ഒഴിവാക്കുക. ഈറ്റ് ഇൻ മോഡറേഷൻ, അതാണ് കീ അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുപക്ഷെ പല്ലുകളുടെ സംരക്ഷണം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കണമോ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വരും. അതുപോലെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിൽ ധാരാളം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകാറുണ്ട്, പല ടൈപ്പ് ഓഫ് ചേഞ്ചസ് വരാറുണ്ട്. അത് നമ്മുടെ ദന്തൽ അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. പ്യൂബർട്ടി, പ്രഗ്നൻസി, മെനോപോസ് തുടങ്ങിയ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് മോണയെ കൂടുതൽ സെൻസിറ്റീവ് ആക്കും. ഇതിലൂടെ മോണ വീക്കം, രക്തസ്രാവം, മോണയിലുണ്ടാകുന്ന തടുപ്പുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ശരിയായ ദന്തശുചിത്വം പാലിക്കുക, പിന്നെ ഡെന്റൽ കൺസൾട്ടേഷൻസും നടത്തുകയും ചെയ്യണം. സോ ദാറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമാവാതെ നമുക്ക് നോക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഒരു ഡെന്റൽ സ്കെയിലിംഗ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇറ്റ് ക്യാൻ ബി സേഫ്ലി ഡൺ. പല്ലുകളിലും മോണകളിലും ഉള്ള അഴുക്കൊക്കെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും അത് ഒരേപോലെ അത് ഡിറ്റീരിയസ് ആണ്. അപ്പം അതൊക്കെ സ്കെയിലിംഗ് വഴി അതൊക്കെ നീക്കം ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ഹെൽത്തിന് അത് ബെനിഫിഷ്യൽ ആണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പോകണം ഹോസ്പിറ്റലിൽ, നല്ലൊരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോകണം. ഒപ്പം തന്നെ ഈ ചിലർക്കുള്ളൊരു ഡൗട്ടുണ്ട്, സ്ഥിരമായിട്ട് പല്ല് ക്ലീൻ ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാകുമോ? ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നത്, സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഈ പല്ല് ക്ലീനിങ്ങും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ദന്തപരിചരണവും നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? ഈ ഡെയിലി ബ്രഷിങ്ങിലൂടെ നീക്കം ചെയ്യാനാകാത്ത പ്ലാക്കും കാൽക്കുലസും അത് നീക്കം ചെയ്യാൻ പ്രൊഫഷണൽ ഡെന്റൽ ക്ലീനിങ്ങിന് സഹായിക്കും. ഇത് മോണരോഗങ്ങളെയും ദന്തക്ഷയത്തെയും ഒക്കെ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ മോണയിലെ അണുബാധ ഇത് കുറയ്ക്കും ഈ പ്രൊഫഷണൽ ഡെന്റൽ ക്ലീനിങ്. ഈ ഹൃദയ രോഗവുമായി ദീർഘകാല അണുബാധ, അതായത് ക്രോണിക് ഇൻഫ്ലമേഷന് ബന്ധമുണ്ട്. അപ്പൊ ഈ മോണകൾ ആരോഗ്യകരമാണെങ്കിൽ ഈ ക്രോണിക് ഇൻഫ്ലമേഷനും കുറയും. പോരാത്തതിന് ബാക്ടീരിയ, നമ്മുടെ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ രക്തത്തിലേക്ക് കടന്നു വരാതെ ഇരിക്കാനും സഹായിക്കും. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, മറ്റു രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും പ്രൊഫഷണൽ ഡെന്റൽ ക്ലീനിങ്. നമുക്ക് ഈ പുവർ ഓറൽ ഹൈജീൻ കാരണം നമ്മുടെ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആവും. അപ്പോൾ ഈ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഹൃദയരോഗം. അപ്പോൾ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് എല്ലാ 6 മാസത്തിലും ഒരിക്കൽ ദന്തപരിശോധനയും ആവശ്യമാണ്, അതിലൂടെ ക്ലീനിങ്ങും നടത്തേണ്ടതാണ്. സോ ദാറ്റ് നമ്മുടെ ദന്താരോഗ്യം ദീർഘകാലം സംരക്ഷിക്കാൻ അത് സഹായകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മറ്റെല്ലാ അവയവങ്ങളും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് നമ്മുടെ ദന്തപരിചരണം, നമ്മുടെ പല്ലുകളുടെ ആരോഗ്യമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൃത്യമായിട്ടുള്ളൊരു മെയിൻറ്റെയിൻ, ഒരുപക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും എടുക്കുന്ന എഫേർട്ട് നമ്മുടെ സംരക്ഷണത്തിനും കൃത്യമായിട്ട് എടുത്തേ മതിയാകും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്തും നമ്മളോടൊപ്പം ഡോക്ടർ ഇവിടെ ഓടിയെത്തി ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്.